കേരളത്തിലെ പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാർമസി, അതേപോലെ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ്, മറ്റു പാരാമെഡിക്കൽ കോഴ്സുകൾ, അതായത് ഡിപ്ലോമ കോഴ്സുകൾക്കുള്ള ഫസ്റ്റ് റൗണ്ട് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. LBSൻ്റെ കീഴിൽ വരുന്ന ഡിപ്ലോമ കോഴ്സുകളുടെ ആദ്യ റൗണ്ട് അലോട്ട്മെൻറ്റാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. കോഴ്സുകൾ ഞാൻ പറഞ്ഞു, ഡിപ്ലോമ ഇൻ ഫാർമസി ഉണ്ട്, ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സുണ്ട്, അതേപോലെ പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഈ കോഴ്സുകൾക്ക് അപേക്ഷിച്ച കുട്ടികൾ, LBS വഴി ഈ കോഴ്സുകൾക്ക് അപേക്ഷിച്ച കുട്ടികളുടെ ഒന്നാമത്തെ റൗണ്ടിൻ്റെ അലോട്ട്മെൻറ്റാണ് ഇപ്പോൾ പബ്ലിഷ് ആയിരിക്കുന്നത്. ഈ അലോട്ട്മെൻറ്റ് കിട്ടിയവർ ഫീസ് പേയ്മെൻറ്റ് സ്ലിപ്പ് ഉൾപ്പെടെ ഫെഡറൽ ബാങ്കിൻ്റെ ഏതെങ്കിലും ബ്രാഞ്ചിലോ അല്ലെങ്കിൽ ഓൺലൈനായിട്ടോ ഡിസംബർ 5 ഫീസ് അടയ്ക്കണം. അപ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ഡീറ്റെയിലുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ ഫീസ് ഉണ്ടാവും. ആ ഫീസ് നിങ്ങൾ ഓൺലൈനായിട്ട് അടയ്ക്കണം. അപ്പോൾ ഈ ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ഫെഡറൽ ബാങ്ക് വഴിയോ നിങ്ങൾക്ക് അടയ്ക്കാം. ഇനി അലോട്ട്മെൻറ്റ് ലഭിച്ച് ഫീസ് അടച്ചവർ അവരുടെ ഓപ്ഷൻ തുടർന്നുള്ള അലോട്ട്മെൻറ്റുകൾക്ക് പരിഗണിക്കപ്പെടേണ്ടതില്ലെങ്കിൽ, അതായത് നിങ്ങൾക്ക് കിട്ടിയ ഓപ്ഷൻ മതി എങ്കിൽ ബാക്കിയുള്ളതൊക്കെ ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്യണം. അപ്പോൾ നിങ്ങൾ കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാവും, അതിലൊരെണ്ണം നിങ്ങൾക്ക് കിട്ടി, നിങ്ങൾക്കത് മതി എന്ന് വിചാരിക്കുക. അപ്പോൾ ബാക്കി എല്ലാ ഓപ്ഷൻസും ഡിലീറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കത് കൺഫേം ആയിക്കോളും. ഇനി അതല്ല, നിങ്ങൾക്ക് മേലെയുള്ള ഓപ്ഷൻസ് വേണമെന്നുണ്ടെങ്കിൽ ആ ഓപ്ഷൻസ് അവിടെ തന്നെ വെച്ച് കൺഫേം ചെയ്തും വിടാം. അപ്പോൾ നിങ്ങൾ ബാക്കിക്ക് പരിഗണിക്കണമെങ്കിൽ ആ ബാക്കിയുള്ള ഓപ്ഷൻസ് അവിടെ നിർത്തിക്കൊണ്ട് നിങ്ങൾക്കത് കൺഫേം ചെയ്ത് വിടാം. അപ്പോൾ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഫീസ് അടച്ചാൽ മാത്രം, അതായത് ഫസ്റ്റ് റൗണ്ടിൽ നിങ്ങൾക്കൊരു സീറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫീസ് അടച്ചാലേ നിങ്ങളെ അടുത്ത റൗണ്ടിൽ പരിഗണിക്കൂ. നിങ്ങൾക്ക് അലോട്ട്മെൻ്റ് ഒന്നും കിട്ടിയിട്ടില്ലേ, നിങ്ങൾ ജസ്റ്റ് മേലെയുള്ള ഓപ്ഷൻസൊക്കെ ഒന്ന് കൺഫേം ചെയ്ത് നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് പോയാൽ മതി. അടുത്ത റൗണ്ടിൽ നിങ്ങളെ പരിഗണിച്ചോളും. ഇനി അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് നിങ്ങൾ ഫീസ് അടച്ചിട്ടില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ അലോട്ട്മെൻറ്റ് പോവുകയും തുടർന്നുള്ള ഓപ്ഷനുകളിൽ അല്ലെങ്കിൽ അലോട്ട്മെൻറ്റുകളിൽ പരിഗണിക്കപ്പെടുകയില്ല. നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് നിങ്ങൾ ഫീസ് അടയ്ക്കാത്തതാണെങ്കിൽ നിങ്ങളെ അടുത്ത റൗണ്ടിൽ പരിഗണിക്കില്ല. നേരെ തിരിച്ച് നിങ്ങൾക്ക് സീറ്റ് കിട്ടാത്തതാണെങ്കിൽ പ്രശ്നമില്ല, സീറ്റ് കിട്ടിയിട്ട് നിങ്ങൾ എടുക്കാത്തതാണെങ്കിൽ ആ സീറ്റും പോവും, അടുത്ത റൗണ്ടുകളിൽ പരിഗണിക്കുകയില്ല. ഇനി ഫീസ് അടച്ചവർ കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കേണ്ടതില്ല, നിങ്ങൾ ഫീസ് അടച്ചാൽ മാത്രം മതി. അതേപോലെ സെക്കൻഡ് റൗണ്ട് അലോട്ട്മെൻറ്റിലേക്കുള്ള ഓപ്ഷൻ പുനഃക്രമീകരണം നിങ്ങൾക്ക് റീഅറേഞ്ച് ഒക്കെ ചെയ്യണമെങ്കിൽ ഡിസംബർ 5 വൈകിട്ട് 5 മണി വരെ അതിനുള്ള സമയം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയ സീറ്റിന് ഫീസ് അടയ്ക്കാനുള്ള സമയവും അടുത്ത റൗണ്ടിന് ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്ത് കൺഫേം ചെയ്ത് വയ്ക്കാനുള്ള സമയവും ഒക്കെ ഡിസംബർ 5 വൈകിട്ട് 5 മണി വരെയാണ്. അപ്പോൾ അതിൽ ഞാൻ ഒരിക്കൽ കൂടി അവരുടെ സൈറ്റിൽ പറഞ്ഞിരിക്കുന്ന, ഞാൻ ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ പറഞ്ഞു, അത് കൂടാതെ ബാക്കി പറഞ്ഞിരിക്കുന്നതും കൂടെ ഒന്ന് ഓടിച്ചു പറയുന്നു. നിങ്ങൾക്ക് ഓൺലൈനായിട്ടോ ഫെഡറൽ ബാങ്ക് വഴിയോ ഫീസ് അടയ്ക്കാവുന്നതാണ്. അതേപോലെ രണ്ടാം റൗണ്ടിൽ നിങ്ങളെ പരിഗണിക്കണമെങ്കിൽ 5 വൈകിട്ട് 5 മണിക്ക് മുമ്പ് നിങ്ങൾക്ക് ഓപ്ഷൻ സമർപ്പിക്കുക അല്ലെങ്കിൽ ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്യുകയോ ഒക്കെ ചെയ്യാം. ഫസ്റ്റ് റൗണ്ട് അലോട്ട്മെൻറ്റ് കിട്ടിയവർ ഇപ്പോൾ ഒരു കോളേജിലും അഡ്മിഷൻ എടുക്കേണ്ടതില്ല. കോളേജിൽ ജോയിൻ ചെയ്യാനുള്ള ഡേറ്റൊക്കെ മൂന്നാമത്തെ റൗണ്ടിന് ശേഷം വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യും. അപ്പോൾ നിങ്ങൾ കോളേജിൽ പോയാൽ മതി. അപ്പോൾ മൂന്നാമത്തെ റൗണ്ടിന് ശേഷമേ നിങ്ങൾക്ക് ഏത് കോളേജിൽ അല്ലെങ്കിൽ എപ്പോഴാണ് ജോയിൻ ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ മൂന്നാമത്തെ റൗണ്ടിന് ശേഷമേ വരൂ. ഇപ്പം നിങ്ങൾ കോളേജിൽ പോവേണ്ടതില്ല, ഫീസ് അടച്ചാൽ മാത്രം മതി. അതുപോലെ ശ്രദ്ധിക്കുക, ഈ പറഞ്ഞ നമ്മൾ ഫസ്റ്റ് റൗണ്ടിൽ നമ്മൾ കൊടുത്ത ഓപ്ഷൻസ് മാത്രമാണ് ഈ 3 റൗണ്ടുകൾക്കും പരിഗണിക്കുക. അതൊക്കെ നമ്മൾ ആദ്യമേ ഞാൻ ഗ്രൂപ്പിൽ കമ്മ്യൂണിറ്റിയിൽ അതിൻ്റെ ഡീറ്റെയിൽ ഇട്ടിരുന്നു. ഒന്നാമത്തെ റൗണ്ടിൽ നിങ്ങൾ കൊടുക്കാത്ത ഒരു ഓപ്ഷനും 2-3 റൗണ്ടുകളിൽ പരിഗണിക്കില്ല. അതുകൊണ്ട് പുതുതായിട്ട് നിങ്ങൾക്കൊന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ നിലവിലുള്ള ഓപ്ഷൻസ് ഏതെങ്കിലും ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം, പക്ഷേ പുതിയതായിട്ട് ആഡ് ചെയ്യാൻ പറ്റില്ല. ഇനി പുതിയ കോഴ്സുകളോ കോളേജുകളോ മറ്റോ വന്നാൽ മാത്രമാണ് അതിനുള്ള ഫെസിലിറ്റി കിട്ടുക. അങ്ങനെ ഡീറ്റെയിൽ വന്നാൽ ഞാൻ കമ്മ്യൂണിറ്റിയിൽ അതിൻ്റെ അപ്ഡേറ്റ് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഹയർ ഓപ്ഷൻസ് പരിഗണിക്കണമെങ്കിൽ നിർബന്ധമായിട്ടും ടോക്കൺ ഫീ അടയ്ക്കണം. ഇല്ലെങ്കിൽ മറ്റ് റൗണ്ടുകളിൽ, ഇനിയുള്ള റൗണ്ടുകളിൽ പരിഗണിക്കില്ല. പിന്നീട് ഏതിനെ പരിഗണിക്കൂ? സ്പെഷ്യൽ റൗണ്ട് അല്ലെങ്കിൽ സ്പോട്ട് അലോട്ട്മെൻറ്റ് വന്നാൽ മാത്രമേ പരിഗണിക്കൂ. ആ സ്പോട്ട് അലോട്ട്മെൻറ്റ് ഉണ്ടാവൂ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ഉണ്ടെങ്കിൽ മാത്രമേ പിന്നെ പരിഗണിക്കൂ. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും അപ്ഡേറ്റുകൾ വരികയാണെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.